സഹൃദയരെ, ഇന്ന് ഞാൻ ലൈനിൽ വന്നിരിക്കുന്നത് ഒരു സങ്കടകരമായ ഒരു കാര്യം കരുളായിക്കാരോട് പറയാൻ വേണ്ടിയിട്ടാണ്. കരുളായിയുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശ്രീകുമാർ മാസ്റ്റർ പുള്ളി UP സ്കൂളിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള മാഷാണ്. പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയും. കേരളയിലെ ഈടുവഴികളിലും ഊടുവഴികളിലും ഒക്കെ പരിചിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹം നമ്മുടെ നാട് വിട്ടു പോവുകയാണ്. വളരെ വിഷമമുള്ളൊരു കാര്യമാണ്, നമുക്കറിയാം. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് പോകാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കി, താങ്കൾ പോകരുത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ് ഉള്ളത്, പോകാതെ തരമില്ല. എന്തായാലും അദ്ദേഹത്തിന് ഒരു യാത്ര മംഗളം നേരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത് ഇതാണ്: നിങ്ങൾ കേരളയിൽ നിന്ന് പോയി കേരളയെ പറ്റെ അവഗണിക്കരുത്. നാളെ വീണ്ടും അവസരം കിട്ടുമ്പോൾ കരുളായിക്കാരെ നിങ്ങൾ ഓർക്കണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മഹത്തായ സേവനങ്ങൾ കരുളായിക്കാർ തന്നെ പറയും, നമുക്കൊന്ന് കേൾക്കാം. നന്മകൾക്കൊക്കെ ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല, നേതൃത്വം കൊടുക്കാന്നല്ല, കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യം. ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞ കാര്യത്തെ വളരെ സ്നേഹത്തോടെ സന്തോഷം ഞാൻ സ്വീകരിക്കുന്നു. കാരണം ഈ ഒരു വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ എവിടെ പോയാലും ആ ഒരു നന്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ നന്മ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുള്ളതാണ്. ഞാൻ രാഷ്ട്രീയത്തിന് ഭാഗമായിട്ട് പലരോടും തർക്കിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിലൂടെയും തർക്കിച്ചിട്ടുണ്ട്, അല്ലാതെ തർക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം ചീത്ത കേട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അപ്പോഴും ആ വ്യക്തിയോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ആ വ്യക്തിബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയ ബന്ധം ആയിക്കോട്ടെ, പല രാഷ്ട്രീയക്കാരും നമ്മളോട് സൗഹൃദമുള്ളവരുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ നമ്മളൊരു വേദനയാവരുത്, അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഒരു ശത്രുവായി മാറരുത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അത് നമുക്ക്, എൻ്റെ രാഷ്ട്രീയം എനിക്ക് പറയണം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിലും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ കൂടെ നിന്ന് സഹായിക്കാറുണ്ട്. നമ്മുടെ ശ്രീകുമാർ മാഷ് 10-35 വർഷമായിട്ട് കേരളയുടെ കലാ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ഇതര ഉദ്യോഗസ്ഥരിൽ നിന്നും വളരെ വിഭിന്നമായി ജീവനക്കാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും പൊതുസമൂഹത്തിനും മാതൃകയായ പ്രവർത്തനം നടത്തുന്ന ഇദ്ദേഹത്തെ മറ്റുള്ളവർ അനുകരിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും മാറ്റത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭാര്യയും ജോലിക്കാരിയാണ്. അവരുടെ വരുമാനത്തിൽ നിന്ന് അവർക്ക് സമ്പുഷ്ടമായി ജീവിക്കാം. പക്ഷേ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇവിടുത്തെ പാവപ്പെട്ടവനെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ, അല്ലെങ്കിൽ നാടിൽ നിന്ന് ഏറ്റവും പുറന്തള്ളപ്പെട്ടവനെ, പൊതുസമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവനെ, അവനെ ചേർത്ത് പിടിക്കാനുള്ള സാമ്പത്തികമായും അതുപോലെ ശാരീരികമായും സമയം ചെലവഴിച്ച് സമൂഹത്തിന് മാതൃകയാവുന്ന ഈ വ്യക്തിത്വം കേരളയിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു നഷ്ടമാണ്. ആ നഷ്ടം കേരളയെ സംബന്ധിച്ചോളം നികത്താൻ കഴിയാത്ത ഒന്നാണ്. പ്രിയപ്പെട്ട ശ്രീകുമാർ മാഷ് കഴിഞ്ഞ 31 വർഷക്കാലത്തെ ഈ കേരളായി പ്രദേശത്തിലെ താമസത്തിനിടയ്ക്ക് അദ്ദേഹം ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്കൊക്കെ മാതൃകയാകുന്ന രൂപത്തിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശത്ത് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രദേശത്തു നിന്നും സ്ഥിരതാമസം മാറ്റി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തേക്ക് പോവുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളൊക്കെ വളരെ നന്ദിയോടുകൂടിയാണ് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ സ്മരിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അതൊരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഈ കരുളായി പഞ്ചായത്തിലെ സാമൂഹിക, സാംസ്കാരിക, കലാസാംസ്കാരിക എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീകുമാർ മാഷ്. കാരണം ഈ പാവപ്പെട്ട കരുളായി പഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതേപോലെ തന്നെ മറ്റു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സാമ്പത്തികമായിട്ടും അല്ലാതെയും സഹായം നൽകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീകുമാർ മാഷ്. ഒരു അധ്യാപകൻ, റിട്ടയർഡ് ചെയ്ത ഒരു അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹം മറ്റുള്ള അധ്യാപകർക്കൊരു മാതൃകയാണ്. കാരണം ചില അധ്യാപകരൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്ക്
നിൽക്കുന്നതിന് പകരം സാമൂഹ്യമായ രംഗത്തേക്ക് വരികയും വളരെ നല്ല രീതിയിൽ മറ്റുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും, കാരണം നമ്മൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, പാലിയേറ്റീവ് രംഗത്തായാലും മറ്റുള്ള രംഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ വളരെ അധികമാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ സേവനങ്ങൾ, നാടിന് നൽകിയ സേവനങ്ങൾ ചെറുതായി കാണാൻ വേണ്ടി സാധിക്കുകയില്ല. സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും കരുളായിയുടെ സാംസ്കാരിക ലോകം സജീവമാക്കി നിർത്തുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയാൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹം പാലിച്ച അച്ചടക്കമാണ്. മാത്രവുമല്ല, പൊതു സമൂഹത്തിൽ നിന്ന് പണം സമാഹരിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹം കാണിച്ചിരുന്നു. അത് അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ മതേതര നിലപാട്. അദ്ദേഹം ഒരു വേള ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ചില ആളുകൾ അദ്ദേഹത്തെ സമീപിച്ച് ഒരു മതസംഘടനയുമായി ബന്ധപ്പെട്ട് അതിൽ അംഗമായി ചേരണമെന്ന് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിക്കുകയും ഏതായാലും അനിതര സാധാരണമായ വ്യക്തിത്വം പുലർത്തിയ ഒരു മാന്യ വ്യക്തിയായിരുന്നു അദ്ദേഹം. ആദരണീയനായ ശ്രീകുമാർ മാഷ് ഞാനുമായിട്ട് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് വാരിക്കൽ സ്കൂളിലെ ഏകാധ്യാപകനായിട്ട് വന്ന സമയത്താണ്. സ്കൂളിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വന്ന് ക്ഷണിക്കുകയും അന്ന് DPEP തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ അന്നത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തവരെല്ലാം വിഷയം DPEP ആയിരുന്നു. അന്ന് സ്കൂളിൻ്റെ അന്നത്തെ അവസ്ഥയും കാര്യങ്ങളും അതിൻ്റെ പുരോഗതിയെക്കുറിച്ചും മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തിയപ്പോൾ മാഷ് വന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് സ്കൂളിൻ്റെ ഉദ്ഘാടനം എന്നുള്ളത് മറന്നുകൊണ്ട് പങ്കെടുത്ത എല്ലാവരും DPEPയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. രാമകൃഷ്ണൻ മാത്രമാണ് ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് 33 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പരിചയം, ആ ബന്ധം ഇന്നും തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീകുമാർ മാഷ് കരുളായിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലത്തിന് ശേഷവും കരുളായിയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ചാരിറ്റി, ആളുകളെ സഹായിക്കുന്ന മേഖലകളിലൊക്കെ സജീവമായി നിന്ന ശ്രീകുമാർ മാഷ് കരുളായിയിൽ നിന്നും താൽക്കാലികമെങ്കിലും പോവുകയാണ് എന്ന് പറയുമ്പം കരുളായിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആളുകൾക്കും മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈ കാലമത്രയും നടത്തിപ്പോന്നത്. മാഷെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാനവീയം എന്ന സംഘടനയിലൂടെ ഒരുപാട് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനും മറ്റെല്ലാ അസുഖങ്ങൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ നൽകാനും ഒക്കെ ഒരുപാട് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഓർക്കുന്നത് മൂപ്പര് സജീവമായ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് നിറസാന്നിധ്യമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അവസാനമായിട്ട് ഞാനുമായിട്ടെല്ലാം വളരെ നല്ല ബന്ധം വെച്ചു പുലർത്തുകയും മൂപ്പര് ഈ പോകുന്ന ഈ കഴിഞ്ഞ ഒന്നര 2 വർഷത്തോളമായിട്ട് കരുളായിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സാമൂഹിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ കോർത്തിണക്കി മാനവീയം എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലൂടെ കരുളായിലെ വിവിധ ഭാഗങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലായിട്ട് നിൽക്കാനും, ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി കരുളായിയുടെ കലാ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരുപക്ഷെ കരുളായിൽ നിന്ന് കരുളായിക്ക് പുതിയ രീതിയിലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മറ്റും വളരെ കുറഞ്ഞ കാലം കൊണ്ട് പുതിയ രീതികൾ അവലംബിച്ചുകൊണ്ട് അതിനെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുമാത്രമല്ല, ഈ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്
അതുപോലെ സാധാരണക്കാരായ കലാകാരന്മാരെയും മറ്റ് കലാപ്രതിഭകൾക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിരന്തരം അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രത്യേക വ്യക്തിത്വം, മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിട്ടുള്ള ഒരു സഹായ മനസ്സും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയുള്ള ഒരു ആളായിരുന്നു ശ്രീകുമാർ മാഷ്. നമ്മുടെ ശ്രീകുമാർ മാഷ് ഏതാണ്ട് 35 വർഷക്കാലത്തെ കരുളായിയുടെ നാടിമിടിപ്പുകൾ അറിഞ്ഞ് ഇവിടുത്തെ ഏറ്റവും പിന്നാക്ക മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒരു നിറസാന്നിധ്യമായി നമ്മുടെ കരുളായിക്കാടൊപ്പം നിന്ന ബഹുമാന്യായ സാറ് നമ്മുടെ ഈ നാടിനോട് യാത്ര പറഞ്ഞു പോവുക എന്നുള്ളത് സ്വാഭാവികമായും ഇവിടെയുള്ള പൊതു പ്രവർത്തന മേഖലയിലുള്ള എല്ലാവർക്കും ഒരു മനസ്സിലതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാലങ്ങളധികമായിട്ട് പരിചയമുള്ളൊരു വ്യക്തിത്വമായിരുന്നു ശ്രീകുമാർ മാഷ്. മാഷായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നമ്മൾ ഒരു സഹായമായിട്ട് അഭ്യർത്ഥിച്ച് മാഷെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ആ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനും ആ സഹായം ആ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാനും മാഷ് എടുത്തിട്ടുണ്ടെന്നൊരു എഫേർട്ട് അത് കുറച്ചൊന്നുമല്ല. അത് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പല തവണകളായിട്ട് അത് അനുഭവിച്ചറിഞ്ഞ പല കേസുകളായിട്ട് ബന്ധപ്പെട്ട് പല ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് മാഷ് വിളിക്കുമ്പോഴും ഒരു മടി കൂടാതെ അതിന് എത്ര വരുന്നു അല്ലെങ്കിൽ എത്രയാകുന്നു പോലും ചോദിക്കാതെ മാഷെ പോക്കറ്റിൽ നിന്നാണെങ്കിലും മാഷെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു മടിയും കാണിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു. അധ്യാപനത്തോടൊപ്പം തന്നെ തൻ്റെ ജീവിത സൗകര്യങ്ങൾ, തൻ്റെ സമ്പാദ്യമെല്ലാം അതിൻ്റെ ഒരു പരിപൂർണമായ സിംഹഭാഗവും മറ്റുള്ളവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, മറ്റുള്ളവരുടെ വേദന കണ്ടറിഞ്ഞുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മഹാഭൂരിപക്ഷവും ഈ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാനും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടനവധി ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലകളിൽ വിവിധ ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ ആർട്സ് ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ വായനശാലകളിലൊക്കെ തന്നെ ഭാരവാഹിയായും മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് തന്നെ ചെലവഴിച്ചുകൊണ്ട് ഒരു മനുഷ്യസ്നേഹിയായ ശ്രീകുമാർ മാഷെ നമ്മുടെ പ്രദേശത്ത് 30-35 വർഷത്തോളം നമ്മോടൊപ്പം ജീവിച്ച ഒരു വ്യക്തി എന്നതിലപ്പുറം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ കരുളായിയിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടതായ ഗുണങ്ങൾ അത് എല്ലാ വ്യക്തികൾക്കും അതുണ്ടായിക്കൊള്ളണമെന്നില്ല. നൈസർഗികമായ ഗുണമാണ് അദ്ദേഹത്തിന് ഈ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യസ്നേഹം എന്ന് പറയുന്നത്. അത് കേരളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അധ്യാപകൻ എന്നതിനപ്പുറം ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ വളരെയധികം ഇടപെടുകയും അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി ചെയ്തു തീർക്കണമെന്ന് കണിശക്കാരനും അതിനുവേണ്ടി എന്ത് രീതിയിലുള്ള സഹായവും എവിടെ നിന്നും കിട്ടുന്നോ അത് വാങ്ങി അത് ചെയ്യുക എന്നുള്ള രീതിയിൽ കരുളായിൽ ഒട്ടനവധി ആളുകളുടെ ചികിത്സാ സഹായമായിക്കോട്ടെ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളെല്ലാം അദ്ദേഹം നേടിയെടുക്കുന്നതിന് വേണ്ടി കേരളയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു വ്യക്തി. ശ്രീകുമാർ മാഷ് ഇവിടം വിട്ടു പോകുന്നതിൽ വളരെയധികം വേദനയുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് അദ്ദേഹം ഒരു സഹോദര തുല്യനായിരുന്നു. എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. അതിന് അദ്ദേഹം തക്കതായ മറുപടി തരാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുപാട് നൊസ്റ്റാൾജിയ അദ്ദേഹവുമായിട്ടുണ്ട് എനിക്ക്. കാരണം ആദ്യകാലത്ത് സജീവമായിട്ട് കേരളായിയുടെ ഒരു കാര്യങ്ങളിലൊന്നും ഇടപെടാതിരുന്നൊരു കാലത്ത് അദ്ദേഹവുമായി വളരെയധികം ചങ്ങാത്തമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞങ്ങൾ എന്നും നിലമ്പൂർ പോവുകയും ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരങ്ങളിൽ സംസാരിച്ചിരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. കഴിഞ്ഞ 10-30 വർഷമായി നമ്മുടെ കേരളായിയുടെ ഹൃദയമായി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീകുമാർ മാഷ്
അദ്ദേഹത്തിൻ്റെ മേഖലകൾ ഏതാണ് എന്ന് സത്യത്തിൽ കൃത്യമായി നിർവചിക്കാൻ കഴിയില്ല. സാംസ്കാരിക മേഖലയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തന മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും അധ്യാപകനായും അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന് ഈ നാടിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ആ അവസരമെല്ലാം വളരെ ഭംഗിയായി വിനിയോഗിച്ച് നാട്ടുകാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ മനസ്സിൽ പതിയുന്ന ഒരാളായി മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള അംഗീകാരം. അദ്ദേഹം അതിന് അർഹനാണ്, 100% അർഹനാണ്. അദ്ദേഹം ഈ നാട്ടിൽ 31 വർഷക്കാലത്തിൻ്റെ പ്രവൃത്തിയല്ല ചെയ്തിട്ടുള്ള ഒരു ജീവിതായുസ് മുഴുവൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 100 വർഷക്കാലമല്ല അതിൽ കൂടുതൽ ഉപരിയായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ഇവിടെ ചെയ്തു തീർത്ത് ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ളത്. തന്നെയുമല്ല പല മേഖലകളിലായി പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ സുഹൃത്ത് എന്നുള്ള ആൾക്ക് കരുളായി ഗവൺമെൻറ്റിലാകെ ഒരു UP സ്കൂളുള്ള കരുളായി പഞ്ചായത്തിൽ, ആ സ്കൂളിൻ്റെ വികസനത്തിനും അതിൻ്റെ പ്രവർത്തനത്തിനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും റിട്ടയർ കഴിഞ്ഞതിന് ശേഷം അതിന് കിട്ടിയ ആനുകൂല്യങ്ങളിൽ നിന്നും അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ആ സ്കൂളിന് വേണ്ടിയിട്ടും വിനിയോഗിച്ചു. തന്നെയുമല്ല ഈ എറണാട് മേഖലയിലെ വനപ്രദേശമായ നെടുങ്കയം, കാഞ്ഞിരക്കടവ് പോലുള്ള പ്രദേശങ്ങളിലെ പാവപ്പെട്ട ആദിവാസികളെ അവരെ പാർശ്വവൽക്കരണത്തിൻ്റെ ഭാഗമായി അവരെ ആ കാട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവർ ഉന്നതികളിലേക്ക് എത്തിക്കുന്നതിന് വലിയ ഒരു കഠിന പ്രയത്നം നടത്തിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശ്രീകുമാർ മാഷ്. അതിൻ്റെ ഫലം എന്നുള്ള നിലക്ക് അവിടെ ഒട്ടനവധി ആളുകൾക്ക് ഇന്ന് സർക്കാർ മേഖലകളിലും മറ്റ് ഇതര മേഖലകളിലും ജോലി വരെ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. തന്നെയുമല്ല ഇന്ന് ആ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളിൽ നിന്നും ഒരാൾ ഇന്ന് ഡോക്ടറേറ്റിന് വേണ്ടി ഈ രാജ്യത്ത് പഠനം നടത്തുന്നുണ്ട്. അദ്ദേഹം ഈ കരുളായിൽ നിന്ന അത്രയും കാലം കരുളായിക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ എന്നെ എഴുത്തിൻ്റെ ആ ഒരു മേഖലയിലും ഒക്കെ ഒരുപാട് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി തന്നത് ശ്രീകുമാർ മാഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് ആ ഭാഗത്ത് അത്തരത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുക എന്നുകൂടിയാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. എന്നെപ്പോലുള്ള തുടക്കക്കാരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ മേഖലകളിലും ഒരു അടയാളപ്പെടുത്തലുകൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അത് തികച്ചും ഇവിടുത്തെ സമൂഹത്തിലെ ഓരോ ജനങ്ങളും മാതൃക ആക്കേണ്ടതാണ്. കാരണം അദ്ദേഹം എടുത്തു പറയേണ്ട ഒട്ടനവധി പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. ഏത് കാര്യങ്ങളിലും അദ്ദേഹം സ്കൂളിലെ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ആയാലും ഒട്ടനവധി അടയാളപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും പക്വതപരമായ കാര്യങ്ങളിൽ നമുക്ക് സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് വിളിച്ചു കൊണ്ടുപോയിക്കൊണ്ട് അദ്ദേഹം വളരെ സൗമ്യമായിക്കൊണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാവരെയും നമുക്ക് ക്ലാസ് എടുത്തു വരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർ മാഷ് കരുളായിയെ സംബന്ധിച്ചിടത്തോളം ഏത് രംഗത്താണ് അദ്ദേഹം ഇല്ലാത്തത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കാതെ വരിക. കരുളായിലെ എല്ലാ രംഗത്തും, അത് ആരോഗ്യരംഗത്ത്, പാലിയേറ്റീവ് രംഗത്ത്, പരിസ്ഥിതി രംഗത്ത്, സാംസ്കാരിക രംഗത്ത് തുടങ്ങി അധ്യാപന രംഗത്ത് തുടങ്ങി എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന ശ്രീകുമാർ മാഷ് കരുളായിയോട് വിട പറയുകയാണ്. പ്രത്യേക സാഹചര്യം മൂലം അദ്ദേഹത്തിൻ്റെ താമസം അദ്ദേഹത്തെ നാട്ടിലേക്ക് മാറ്റേണ്ടായി വന്ന് അദ്ദേഹം നമ്മോട് വിട പറയുകയാണ്. പക്ഷേ 30 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ കേരളയിലെ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിറഞ്ഞിരുന്ന വ്യക്തിത്വമാണ് ശ്രീകുമാർ മാഷ്. അദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേരുകയാണ്. അദ്ദേഹം പോയാലും അദ്ദേഹം വീണ്ടും ഇവിടേക്ക് വരും തന്നെയാണ് പറയുന്നത്. കാരണം കേരളക്കാരെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഒരാളായി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊരു അംഗമായിട്ടാണ് അദ്ദേഹം ഇത്രയും കാലം ഇവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും നമ്മുടെ നാട്ടിൽ വരും. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേരുന്നു. ഈ ചെമ്പങ്കരിയും സ്മാരക വായനശാല എൻ്റെ നാട്ടിലാണ് അത് ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ഒരു വായനശാലയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ റിസ്ക് എടുത്ത് അദ്ദേഹം പണം ചെലവാക്കിയിട്ടാണ് ആ വായനശാല എപ്പോഴും നിലനിർത്തി പോരുന്നത്. ഈയിടെ നമുക്കറിയാം അവിടെ കുട്ടികൾക്ക് ധാരാളം പുസ്തകങ്ങളും, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലും 18,000 രൂപയുടെ പുസ്തകങ്ങളാണ് അദ്ദേഹവും
കുറഞ്ഞ കുറച്ച് ഫണ്ട് സർക്കാരിന് കിട്ടി ബാക്കി പൈസയും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. 2018 മുതൽ 2024 വരെയുള്ള 6 വർഷക്കാലം പുള്ളിയിൽ ഗവൺമെൻറ് UP സ്കൂളിലെ പ്രഥമ അധ്യാപകനായിരുന്ന സമയത്ത് ആദ്യത്തെ 3 വർഷം സഹാധ്യാപകനായും അടുത്ത 3 വർഷം SMCയിലെ അംഗമായും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ആ കാലയളവിലെല്ലാം സ്കൂളിനുണ്ടായ അഭൂതപൂർവമായ വളർച്ചയിൽ വികസനത്തിൽ തോളോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരവും ഉണ്ടായി. അതേപോലെ പല ഘട്ടങ്ങളിലും എന്നെ സഹായിക്കുവാൻ, എന്നോടൊപ്പം നിൽക്കുവാൻ ശ്രീകുമാർ മാഷ് ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പൊതുരംഗത്തേക്ക് എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലടക്കം മാഷ് ഒരുപാട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായ മാഷയുടെ ജീവകാരുണ്യ മേഖലയിലെ ഇടപെടലിനപ്പുറം കരുളായിലെ മാഷിൻ്റെ പോക്കിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടുത്തെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാഷ് നടത്തിയ ഒട്ടേറെ ഇടപെടലുകളുണ്ട്. ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് ഹരിത പ്രോട്ടോകോൾ പാലിച്ചല്ലാതെ മാഷ് കണിശമായ നിലപാടോടുകൂടിയാണ് അത്തരത്തിൽ മാഷ് ഇടപെട്ടിട്ടുള്ളത്. അതിനുമപ്പുറം മാഷ് പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും ഹരിത പ്രോട്ടോകോൾ പാലിക്കാത്ത പരിപാടി മാഷ് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും ഈ സാമൂഹ്യ മേഖലയിൽ ഇടപെടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പല പരിപാടികളിലും മാഷ് വരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പല പ്രോട്ടോകോളുകൾ, ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാവുന്ന നിരവധിയായ പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കേരളയുടെ ഏക രാഷ്ട്രീയമായിരുന്നു ശ്രീകുമാർ മാഷ്. ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചാലും നല്ല മനസ്സോടുകൂടി സമീപിക്കുകയും കഴിവിൻ്റെ പരമാവധി സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീരാത്ത നഷ്ടം തന്നെയാണ് ശ്രീകുമാർ മാഷയുടെ യാത്ര. എന്നിരുന്നാലും അദ്ദേഹത്തിന് പോയല്ലേ മതിയാവും. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. സർവീസിൽ നിന്നും വിരമിച്ച് പോയിട്ടുള്ള അധ്യാപകരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം ചെയ്തു തന്ന ഈ നാടിന് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത ഒരുപാട് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ്. അതിൽ ഏറ്റവും വിഷമം ഈ നാടിനുണ്ടാവുന്നത് നമ്മുടെ നാട്ടിലെ നിർധനരും നിരാലംബരുമായ ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഒരു വിഷമം അദ്ദേഹത്തോട് വീട്ടിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഒരാൾ ചെന്ന് അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കഴിയാവുന്ന, മുഴുവനായിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, കഴിയാവുന്ന ഒരു സഹായം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ചെയ്യാവുന്ന ഒരു സഹായം അദ്ദേഹം ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീകുമാർ മാഷ് നമ്മുടെ നാട്ടിൽ നിന്നും പോകുമ്പോൾ ഒരുപാട് പേരുടെ ആ ഒരു വിഷമം നമുക്ക് അവരുടെ മുഖത്ത് കാണാം. ശ്രീകുമാർ മാഷെ കുറിച്ച് ആളുകൾ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അദ്ദേഹത്തിന്റെ ഗുണഭോക്താക്കൾ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ വേറെയുണ്ട്. അവരുടെ അഭിപ്രായം ഇതിനേക്കാൾ നല്ല അഭിപ്രായമായിരിക്കും. നമ്മുടെ നാട്ടിൽ 3 തരം പൊതുപ്രവർത്തകരുണ്ട്. ഒരു വിഭാഗം ശാരീരികമായി അധ്വാനിക്കുന്ന ആളുകൾ, അതായത് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുകയും നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം. അതാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിഭാഗം. അതുപോലെ രണ്ടാമത്തെ വിഭാഗമാണ് ശാരീരികമായി അവർക്ക് സാധിക്കൂല, പക്ഷെ സാമ്പത്തികമായി പൈസ കൊടുക്കും. ഉദാഹരണം പാലിയേറ്റീവിലൊക്കെ അത്ര ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. സാമ്പത്തികം കൊടുക്കും, പ്രവർത്തിക്കുന്ന ആളുകൾ വേറെ. അവർക്ക് അവരുടെ ജോലി കാര്യങ്ങളോ തിരക്കിൽ ആയിരിക്കും. അതിൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്. സാമ്പത്തികമായും കഴിയില്ല, ശാരീരികമായും കഴിയില്ല. അവർ മാനസികമായി സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ, പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇതിൽ ഈ 3 വിഭാഗത്തിലും പെടുന്ന അപൂർവം ചില വ്യക്തികളെ നമ്മുടെ നാട്ടിലുള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് ശ്രീകുമാർ മാഷ്. നോക്കൂ, അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്നും 1000 രൂപ പോക്കറ്റിലിട്ട് പുറത്തിറങ്ങുന്നു. തിരിച്ചു വരുമ്പോൾ ആ 1000 രൂപ പോക്കറ്റിൽ ഉണ്ടാവില്ല, കാലിയാണ്. അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മറ്റുള്ള സാധാരണ പ്രവർത്തകർ എന്താ ചെയ്യുന്നത്? ചില ആളുകൾ രാവിലെ കാലി പോക്കറ്റുമായി പുറത്തിറങ്ങും, തിരിച്ചു വരുമ്പോൾ 1000 രൂപയിലുണ്ടാവും. അവരും നടത്തുന്ന പൊതുപ്രവർത്തനമാണ്, അവരും പൊതുപ്രവർത്തകർ എന്നറിയപ്പെടുന്നു. പക്ഷേ ശ്രീകുമാർ മാഷെ പോലെ ഈ 3 മേഖലയിലും പ്രവർത്തിക്കുന്ന, അതായത് ഷുഹൈബ് മൈലമ്പാറ പറഞ്ഞു അവനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ. അതായത് 3 വിഭാഗത്തിലും സേവനം ചെയ്യുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാൾ ആണ് ശ്രീകുമാർ മാസ്റ്റർ. പിന്നെ അദ്ദേഹം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശമാണ്, പണം ചെലവഴിക്കുന്നിടത്തോളം, പാവപ്പെട്ടവർക്ക് ചെലവഴിക്കുന്നിടത്തോളം
കൂടി വരുന്നു. അദ്ദേഹത്തിന്റെ വാക്കാണ്, ആ വാക്ക് വേണമെങ്കിൽ ഞാൻ ഇടാം. പാവപ്പെട്ടവർക്ക് ചെലവഴിക്കുന്നിടത്തോളം പണം കൂടുകയുള്ളൂ, കുറയുകയില്ല എന്ന സന്ദേശം. അത് വിദ്യ അതുപോലെ തന്നെയാണ് പണമെന്ന് ഞാൻ മനസ്സിലാക്കി. ചിലർ ഞാൻ കൊടുത്താൽ കുറയുമെന്നാണ്, കൊടുത്താൽ കൂടുക ചെയ്യുക. അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ കൊടുക്കുന്നത് കുറയാനല്ല, കൊടുക്കുന്നത് ഏറാനാണ്. അതുപോലെ തന്നെ അദ്ദേഹം നൽകുന്ന മറ്റൊരു സന്ദേശമാണ് സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കം. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ കയ്യിൽ സാമ്പത്തിക അച്ചടക്കം കുറഞ്ഞു വരികയാണ്. അവരൊക്കെ ഉന്നതങ്ങളിലേക്ക് നോക്കി വലിയ വലിയ ആളുകൾ ജീവിക്കുന്നത് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് കടത്തിൽ മുങ്ങി ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കറിയാം, എൻ്റെ ഒരു ആത്മാർത്ഥമായ സുഹൃത്തുണ്ട്. എന്നും ഞാനുമായി ഫോൺ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് കടം ചോദിച്ചു. പക്ഷേ എൻ്റെ കുട്ടിക്ക് സുഖമില്ല, ആശുപത്രിയിൽ പോകണം, കുറച്ച് പൈസ കടം തരും, ഞാൻ അടുത്ത 26-ാം തീയതി രാത്രി 5:30 കറക്റ്റ് പൈസ തിരിച്ചു തരാം, സമയം കൃത്യം അദ്ദേഹം പറയുകയുണ്ടായി. പണം കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിച്ചത്? എൻ്റെ സുഹൃത്തും പോയി, പണവും പോയി. ഞാൻ അന്ന് പണമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തെ കൂട്ടുകാരോട് പറഞ്ഞു പോലും, ആ ഡാഷിന്റെ മോൻ വരുന്നുണ്ട്, ഞാൻ മാറി നിൽക്കട്ടെ. എങ്ങനെയുണ്ട്? അവന്റെ കുട്ടിയുടെ ആശുപത്രി ചെലവ് വഹിച്ചാളാ ഞാൻ. എന്റെ പൈസ അവന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ ആരായി മാറി? ഡാഷിന്റെ മോനായി മാറി. ഇപ്പൊ ഒരു ബന്ധമല്ല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിക്കുക, നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കടം വാങ്ങിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പണം അപഹരിച്ചും മറ്റുള്ളവരെ പറ്റിച്ചും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഈ നാട്ടിലാണ് ശ്രീകുമാർ മാഷ് ഇങ്ങനെയുള്ള സാമ്പത്തിക രംഗത്തുള്ള ഒരു നല്ല പ്രവണത, മാതൃക നമുക്ക് കാണിച്ചു തന്നത്. എനിക്കൊരു പ്രാവശ്യം 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായപ്പോൾ ഹബീബ് എന്നോട് പറഞ്ഞു, നമുക്ക് ശ്രീകുമാർ മാഷെ സമീപിക്കാമെന്ന്. ഞാൻ സമീപിച്ചു. അദ്ദേഹം എനിക്ക് പറഞ്ഞു, പൈസ തരാം ഷാനവാസെ, പക്ഷെ ഒരു കണ്ടീഷൻ, പറഞ്ഞ ഡേറ്റ് തരണം. പിന്നെ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഉണ്ട്. എന്താണ്? നിന്നെ പോലെ വേറെ ആവശ്യക്കാർ വരും, അവർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നോക്കുമെങ്കിൽ അങ്ങനെ അദ്ദേഹം കടം കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ കൃത്യമായി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രവണതയാണ് ശ്രീകുമാർ മാഷ് കാണിച്ചത്. ഒരു കാര്യം സംശയമില്ല, കരുളായിക്കൊരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഒരുപാട് ആളുകളെ സാമ്പത്തിക രംഗത്ത് അച്ചടക്കം മറ്റും പഠിപ്പിച്ചിട്ട് ശേഷമാണ് അദ്ദേഹം കരുളായിൽ നിന്ന് വിട വാങ്ങുന്നത്. അദ്ദേഹം ഇനിയും കരുളായിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷ. കരുളായി വിട്ട് പോകൂല എന്ന് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഭാവി ജീവിതം ഭാസുരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.